ഹേ ഗൈസ്, അപ്പോൾ ഇന്നാണ് ഞാൻ എണീച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുന്നത് വരെ ഞാൻ കണ്ടു. എന്തായാലും നേരത്തെ എണീറ്റല്ലേ എന്ന് വെച്ചാൽ കുറച്ച് നേരം വെയിലും കൊണ്ട് നമ്മൾ അവിടെ നിന്നേക്കായിരുന്നു. പിന്നെ ഇന്നലെ നല്ലൊരു മഴ പെയ്ത കാരണം പുറത്തൊക്കെ നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. പുതുമണ്ണ് പോലെയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ വേഗം പോയിട്ട് ഫ്രഷപ്പ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മൾ പോണത്. കാരണം പെട്ടി മാണ്ടക്കെട്ടൊക്കെ ആയിട്ട് നമ്മൾ ഓട്ടോയിൽ അങ്ങോട്ട് കയറിയിട്ടാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോണത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റെയിൽവേ സ്റ്റേഷനൊക്കെ എത്തിക്കഴിഞ്ഞ് നമ്മളെ ബാഗൊക്കെ ആയിട്ട് നമ്മളിത് പ്ലാറ്റ്ഫോം 2ലേക്കാണ് പോകുന്നത്. കാരണം നമ്മളെ ട്രെയിൻ വരുന്നത് അവിടേക്കാണ്. ഇത്രയും മാണ്ടക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം 2ലേക്ക് പോകാൻ കുറച്ചൊക്കെ പാടൊക്കെ വിട്ടു. പിന്നെ നമ്മൾ 10:30 ആയപ്പോഴേക്കും ട്രെയിനൊക്കെ വന്നു. പിന്നെ 2 ബാഗ് ഞങ്ങൾ മേലേക്കൊക്കെ കയറ്റി വെച്ചു. ഞാനല്ല, വേറൊരു ചേട്ടനെ കൊണ്ട് കയറ്റി വെച്ചേ, കാരണം എന്നെ കൊണ്ട് എത്തില്ല. ബാക്കിയുള്ള ബാഗ് നമ്മളെ സീറ്റിന്റെ താഴെയും കൂടിയൊക്കെ വെച്ച് കഴിഞ്ഞു. കുറച്ചു നേരം പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 12:30 ആണ് സമയമായപ്പോഴേക്കും നമ്മൾ ഒരു ബിങ്കു കൊടുത്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചെറിയൊരു കേക്കിന്റെ ഒരു റോളും കൂടി എടുത്ത് അങ്ങ് കഴിച്ചു. അതിന് മുമ്പ് ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായി. കാരണം ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ പോസ്റ്റ് അടിച്ചിരിക്കുന്ന അറിയാം. എന്തോരം നമ്മൾ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കും. പിന്നെ വിൻഡോ സീറ്റ് നമ്മളിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വിൻഡോ സീറ്റ് നമുക്ക് വേറൊരാൾക്ക് കൊടുക്കേണ്ടി വന്നു. ഒരു 2 മണിയൊക്കെ ആവാറായപ്പോഴാണ് ഞങ്ങൾ ഉച്ചക്കാലത്തെ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനാണെങ്കിൽ പൊതിച്ചോറാണ് കൊണ്ടുവന്നത്. വെറുതെ ഇതിന് ചോറും പാത്രത്തിലൊക്കെ ആയിട്ട് കൊണ്ടുവരണം. ഇതാവുമ്പോൾ നമുക്ക് എടുത്താൽ വേസ്റ്റ് അങ്ങ് കളഞ്ഞാൽ മതിയല്ലോ. വിൻഡോ സീറ്റിലുണ്ടായ ചേട്ടൻ അവിടെ നിന്ന് കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് മാറിയപ്പോഴേക്കും ഞാൻ ആ സീറ്റിൽ കയറുന്ന ഒരു വീഡിയോയും കൂടെ അങ്ങോട്ട് എടുത്തിട്ട്, അപ്പോൾ ഒരുങ്ങിയ വെയിലാണെങ്കിലും വീഡിയോ മസ്റ്റാണ് നമുക്ക്. പിന്നെ ഒരു ഇത്തിരി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു സ്ലൈസ് കേക്ക് കൊടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പീസൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ വെള്ളം കുടിക്കാൻ നേരത്തെ ഇരുന്നുണ്ട്. ബാഗ് തുറന്ന് നോക്കിയപ്പോൾ പീസിന്റെ പാക്കറ്റ് അതിൽ ഇരിക്കുന്ന കണ്ട. ഇനിയിപ്പോൾ അതും കൂടി കഴിച്ചില്ല എനിക്കൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് അതും കൂടി അങ്ങനെ എടുത്ത് കഴിച്ചു. ഇതൊക്കെ ആയപ്പോഴേക്കും നമ്മളിത് ഈ ബാഗിനൊക്കെ എടുത്ത് താഴേക്ക് ഇറക്കിച്ചേക്കാണ്. അതിനും ഞാനൊരു ചേട്ടൻ്റെ സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റോപ്പൊക്കെ വന്നപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.